ഹെലിബറിയ ടീ കമ്പനിയുടെ ഏലപ്പാറ സെമിനി വാലിയിലെ ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് എംഎൽഎ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് മുന്നറിയിപ്പില്ലാതെ ഉടമ ഹെലിബറിയ ടീ കമ്പനി പൂട്ടിയത്. ഇതോടെ ഇവിടെ തൊഴിലെടുത്തിരുന്ന നിരവധി കുടുംബങ്ങളാണ് പട്ടിണിയിലേക്ക് പോയത്. തോട്ടം മാനേജ്മെന്റിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ ഇന്ന് ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത്. 100-ഉം അതിലധികമോ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടുവാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് തോട്ടം ഉടമ ധിക്കാര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പ്രതിഷേധമാണെന്ന് എംഎൽഎ പറഞ്ഞു. ഹെലിബറിയ ടീ കമ്പനി കഴിഞ്ഞ 12-ാം തീയതി മുതൽ ലോക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് ഇവിടെ ഈ ഓഫീസിൻ്റെ വാതിലിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് തികച്ചും നിയമവിരുദ്ധമായ നടപടിയാണ്. 100-ഓ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടുവാൻ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, കൺസിലിയേഷൻ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കെ ഒരു പ്രകോപനവുമില്ലാതെ അടച്ചുപൂട്ടിയ നടപടി അങ്ങേയറ്റം അധിക്ഷേപാർഹമാണ്. ഈ വിഷയം സംബന്ധിച്ച് എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, മാനേജ്മെൻറ്റ് പറയുന്നതെല്ലാം അപ്പടി അംഗീകരിക്കണം എന്നുള്ള നിലപാടാണ്. ശ്രീ ദുഗാറിന് ചെമ്മണിലെയും ഹെലിബറിയയിലെയും ചിന്നാറിലെയും തൊഴിലാളികളെ അറിയില്ല. ഒരു വിപ്ലവ പാരമ്പര്യം പേറുന്ന തൊഴിലാളികളാണ് ഈ തോട്ടത്തിലുള്ളത്. ദുഗാർ പറയുമ്പോൾ പൂട്ടുവാനും തുറന്നു എന്ന് പറയുമ്പോൾ ജോലിക്ക് വരുവാനും അടിമകളല്ല തൊഴിലാളികൾ. ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം അത്യന്താപേക്ഷിതമാണ്. 17-ാം തീയതി ഇടുക്കി ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ കരാർ ഉണ്ടായെങ്കിൽ മാത്രമേ തോട്ടം പ്രവർത്തനം സുഗമമാകൂ എന്നും എംഎൽഎ പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും ലേബർ വകുപ്പും സ്വീകരിക്കണമെന്നും എംഎൽഎ പറഞ്ഞു. നിയമലംഘനം നടത്തിയ തോട്ടം മാനേജ്മെന്റിനെതിരെ നടപടി ഉണ്ടാകണം. തോട്ടം പൂട്ടിയ അന്ന് മുതൽ തുറക്കുന്നതെന്നോ അന്ന് വരെയുള്ള തൊഴിലാളികളുടെ കൂലിയും നൽകാൻ നടപടി ഉണ്ടാകണം. ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മാനേജ്മെന്റ് തൊഴിലാളികളോട് തൊഴിലിനിറങ്ങുവാൻ വാക്കാൽ പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു.